ഹലോ ഗെയ്സ് സ്പോർട്ട് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ഇൻഫോ തന്നെ ഇന്നലെ നടന്ന തേർഡ് പാർട്ടി ഇവന്റ് ട്രിനിട്ര സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സെമി ഫൈനൽസിൻ്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മല്ലു ഓർഗയുള്ള നോണക്സ് ആണ് ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ചിക്കണിനോടുകൂടി 48 പോയിന്റുമായിട്ടാണ് TSW നോണക്സ് ഒരു -1 പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. സെക്കൻഡ് നമുക്ക് ഗോൾ ലൈക്കിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, 43 പോയിന്റ്. തേർഡ് ടീം തമിഴാസ് നിൽക്കുന്നുണ്ട് 34 പോയിന്റുമായിട്ട്. നമ്മൾ മേക്ക് കളിക്കുന്ന ജെനിസസ് സ്പോർട്സ് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു ചിക്കണിനോടുകൂടി 27 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ സൈറക്സ് കളിക്കുന്ന ലിഖിത സ്പോർട്സ് 24 പോയിന്റുമായിട്ട് 12ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെമി ഫൈനൽസിന്റെ ബാക്കി ദിവസങ്ങൾ നമുക്ക് BGSന്റെ റൗണ്ട് 4 മത്സരങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ വേറൻ ചലഞ്ചേഴ്സ് സൗത്ത് ഏഷ്യ 1 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സ്പ്ലിറ്റ് 1 ഡേ 7 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാച്ച് വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമുക്കൊരു എൽ ക്ലാസിക്കോ മാച്ചായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. SA12 വേഴ്സസ് RNTX മാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ബാന്തർ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു SA12-നെതിരെ. മാച്ചിലും ഒരു RNTXന്റെ ഡോമിനേഷൻ തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത്. ബെസ്റ്റ് ഓഫ് 3-ൽ 2-0 SA12-നെ RNTX തോൽപ്പിച്ച് കളയാണ് ചെയ്തത്. മാച്ച് 2-ൽ ഗ്ലോബൽ സ്പോർട്സ് അക്കാദമി ലൈനപ്പിനെ VLT 2-0 തോൽപ്പിച്ചു കഴിഞ്ഞു. VLTയും RNTXും എല്ലാ മാച്ചുകളും ജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കിയാലും വെലോസിറ്റിയാണ് ഒരു ടോപ്പിൽ നിൽക്കുന്ന 52 പോയിന്റുമായിട്ട്. സെക്കൻഡ് RNTX നിൽക്കുന്നതിന് 37 പോയിന്റുമായിട്ട്. അപ്പോൾ വേലറിന് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു മാച്ചുകളൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി BGMA ടൂർണമെന്റ് 1 ഗെയിം സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സെമി ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. റെക്കനിങ് സ്പോർട്സ് തന്നെ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ വെറും 20 പോയിന്റ് സ്വന്തമാക്കിയെങ്കിലും ടോട്ടൽ 81 പോയിന്റോട് കൂടിയിട്ട് -1 തന്നെ റെക്കനിങ് സ്പോർട്സ് നിൽക്കുന്നുണ്ട്. നമ്മളെ മാക്ക് കളിക്കുന്ന ജെനിസസ് സ്പോർട്സിൻ്റെ വേറെ ലെവൽ കംബാക്ക് പെർഫോമൻസ് ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. ഇന്നലത്തെ മത്സരങ്ങളിൽ 57 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 18ാം സ്ഥാനത്ത് നിന്നും 2ാം സ്ഥാനത്തേക്കാണ് ടീം മാക്കിൻ്റെ ജെനിസസ് സ്പോർട്സ് എത്തിയിട്ടുള്ളത്. 72 ടോട്ടൽ പോയിന്റ്സ് ടീം സ്വന്തമായിക്കൊണ്ട് വേറെ ലെവൽ കംബാക്ക് കാഴ്ചവെച്ചു. തേർഡ് നമ്മളെ ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്ന 72 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്താണ് നമ്മളെ ഷാഡോ ഒക്കെ കളിക്കുന്ന കാലിപ്സ് 7, നമ്മളെ മലയാളി ലൈനപ്പ് കാലിപ്സ് 7 55 പോയിന്റുമായിട്ട് അവർ 5ാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട്. ഈ ഒരു മാച്ചുകൾ സെമി ഫൈനൽസിൻ്റെ ബാക്കി ദിവസങ്ങളും നമുക്ക് BGSന്റെ റൗണ്ട് 4 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇനി കാണാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൈ സ്പോർട്സും ഫ്രീ ഫയർ ഒഫീഷ്യൽസും കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് പ്രോ ലീഗ് ഫ്രീ ഫയർ മാക്സ് 15 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ഇന്നു മുതൽ ആ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യലി ഒരു ഫ്രീ ഫയറിൻ്റെ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതും ഫ്രീ ഫയർ മാക്സിലാണ് ഈ ഒരു ഇവന്റ് വരുന്നത്. ഇന്ത്യയിലെ ടോപ്പ് 18 ഫ്രീ ഫയർ മാക്സ് ക്രിയേറ്റേഴ്സാണ് ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ ഫ്രീ ഫയർ ഇന്ത്യയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമുക്ക് 3 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ലൈവ് സ്ട്രീമും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത് ഫ്രീ ഫയർ ഇന്ത്യയുടെ ഒരു കംബാക്കിനുള്ളൊരു തിരിച്ചുവരവ് ഇവൻ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ലോഞ്ച് പാർട്ടി അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് പോലെയാണോ നമുക്ക് നോക്കാം. എന്തായാലും ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGS 2025 2 കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ റൗണ്ട് 3 റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലു ടീംസുകൾ ഏതൊക്കെ ക്വാളിഫൈ ആയിരുന്നു. LHS എറർ അതേപോലെ ഇന്റൻസ് സ്പോർട്സ് ഒക്കെ ക്വാളിഫൈ ആയിട്ടുണ്ട്. ഞാൻ വിട്ടുപോയ ലൈനപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടുകളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. റിസൾട്ട് വന്നോട് കൂടിയിട്ട് ഒരുപാട് ബാൻ ടീമുകളും ഡിസ്ക്വാളിഫിക്കേഷൻ ടീമുകളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ WTM സ്പോർട്സ് ആണ്. അവർ റൗണ്ട് 3-ൽ ഗ്രൂപ്പിൽ ടോപ്പിലേക്ക് എത്തിയ ടീമായിരുന്നു. ആ ഒരു ടീമിലെ പ്ലേയേഴ്സിൻ്റെ ഹാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതും ഹാക്ക് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ചാറ്റും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആയിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഇപ്പോൾ അത് ഒഫീഷ്യലി നമുക്കത് കൺഫേമും ആയിരിക്കുകയാണ്. WTM സ്പോർട്സിനെ ഒഫീഷ്യലി ഈ ഒരു BGS നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. റീസൺ എന്ന് പറയുന്നത് ചീറ്റിംഗ് തന്നെയാണ്. BGMAയിൽ മോഡിഫിക്കേഷൻ വരുത്തി, നമുക്ക് പറയാം ഹാക്കിംഗ് ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ടീമുകൾ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കിടക്കുന്നു എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും റൗണ്ട് 3-ൽ നിന്നും കുറച്ച് ടീമുകൾ ഡിസ്ക്വാളിഫൈ ആയി പോയിട്ടുണ്ട്. ഇനി എല്ലാവരുടെ മുന്നിലുള്ളത് റൗണ്ട് 4 മത്സരങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ BGSലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൗണ്ടാണ് ഈ ഒരു റൗണ്ട്
4 എന്ന് പറയുന്നത്. ഇവിടെ നിന്നും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാൻ സാധിച്ചാൽ അത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും. കാരണം ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തോറ്റ് കഴിഞ്ഞാലും പിന്നെയും ഒരു ചാൻസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റൗണ്ട് 4 മത്സരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 128 ടീമുകളാണ് റൗണ്ട് 4ലേക്ക് വരുന്നത്. 112 ടീമുകൾ റൗണ്ട് 3യിൽ നിന്ന് ക്വാളിഫൈ ആയി വന്നതും ബാക്കി ദ ഗ്രൈൻഡിൽ ഗ്രൂപ്പ് ബിയിൽ ഉണ്ടായിരുന്ന ടോപ്പ് 8 ടീമുകളും ഗ്രൂപ്പ് എയിലെ ബോട്ടം 8 ടീമുകളും, അതായത് അത്യാവശ്യം T1 ടീമുകൾ കൂടി നമുക്ക് ഈ റൗണ്ട് 4ൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ടോട്ടലി 8 ഗ്രൂപ്പുകൾ ഉണ്ടാവും. മേ ബി 4 ഗ്രൂപ്പുകളുടെ മാച്ച് മാത്രമേ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തവണയെങ്കിലും നമ്മളെ മലയാളി ടീമിന് എസ്പെഷ്യലി നമ്മളെ LHSൻ്റെ മാച്ചുകളൊക്കെ ലൈവ് സ്ട്രീം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 7 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പ് 7 എത്തുക എന്നുള്ളത് ഓരോ ടീമിൻ്റെയും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വാർട്ടർ ഫൈനൽസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. റൗണ്ട് 4 നിന്നും ഓരോ ടീമുകളും ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. നമ്മളെ മലയാളി ടീമുകളും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ടോപ്പ് 7ൽ എത്താത്ത ടീമുകളുടെ എല്ലാ ഓവറോൾ സ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ടീമുകളുടെയും ഓവറോൾ സ്റ്റാൻഡിങ്സ് കൂട്ടിയിട്ട് അതിൽ നിന്നും ടോപ്പ് 16 എത്തുന്ന ടീമുകൾക്ക് വൈൽഡ് കാർഡ് റൗണ്ട് കളിക്കാനുള്ള ഒരു അവസരം കൂടിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ടോപ്പ് ടീമുകളൊക്കെ വരുന്ന ഭയങ്കര കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ BGSൻ്റെ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. ഇന്ന് മുതൽ തന്നെ നമുക്ക് നമ്മുടെ BGSൻ്റെ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യം BGSൻ്റെ റൗണ്ട് 4 ഷെഡ്യൂൾ ചെയ്തിരുന്നത് 13-ാം തീയതി തുടങ്ങുന്നതായിരുന്നു. പക്ഷേ അത് റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നും നാളെയും Day 1ഉം Day 2ഉം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് 15ഉം 16ഉം ദിവസങ്ങളായിരിക്കും ബാക്കിയുള്ള ദിവസം Day 3ഉം Day 4ഉം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചുകൾ ഭയങ്കര വൈബായിട്ട് തന്നെ കാണാം. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത ഡിസൈൻ നേരെ ബൈ ഗൈസ്.